തിരുച്ചിത്തവും കൂടെ ആ സ്ഥലത്തെ വിസ്തൃതമാക്കി. ഒരു സ്വർഗമാകുന്നതുവരെ വിസ്തൃതമാക്കി. ഏറ്റവും പരിശുദ്ധ ത്രിത്വം താഴെ പറയുന്ന വിധത്തിൽ അവളിൽ കൂടെ സ്വയം വെളിപ്പെടുത്തി. പിതാവ് സൃഷ്ടികർമ്മത്തിൻ്റെ 6-ാം ദിവസത്തേതെന്ന പോലെ വീണ്ടും സൃഷ്ടാവായ പിതാവിന് തൻ്റെ പൂർണ്ണ ഛായയിൽ തനിക്ക് ചേരുന്ന ഒരു പുത്രിയെ ലഭിച്ചു. ദൈവത്തിൻ്റെ ഛായ പരിപൂർണമായി അതിൻ്റെ തനിമയിൽ മേരിയിൽ പതിഞ്ഞിരുന്നു. തൻ്റെ ആദ്യജാതൻ മാത്രമേ ഇക്കാര്യത്തിൽ മേരിയേക്കാൾ ഉപരിയായിരുന്നുള്ളൂ. മേരിയെ ദൈവത്തിൻ്റെ ദ്വിതീയ ജാത എന്ന് വിളിക്കത്തക്ക വിധത്തിൽ അത്ര വലുതായ പൂർണ്ണത അവൾക്ക് നൽകപ്പെട്ടിരുന്നു. അത് അവൾ സംരക്ഷിച്ചു. ദൈവത്തിൻ്റെ മണവാട്ടിയും മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും എന്ന നിലയിൽ